ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ സൈസിങ് എന്ന കോൺസെപ്റ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, ലോകത്തിലെ പ്രധാനപ്പെട്ട ട്രേഡർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡേഴ്സ് പലരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഈ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. കേവലം എന്താ പറയുക, നമ്മുടെ റിസ്കിനെ വളരെ ശക്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂൾ എന്ന് നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ എന്താണ് പൊസിഷൻ സൈസിങ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത് എന്നൊക്കെ നമുക്ക് വീഡിയോൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം അത്രയും ഇൻഫോർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ്സിനെ ശക്തമായി അഫക്റ്റ് ചെയ്യാൻ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് GDP, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറിൻ്റെ പ്രസ്താവന, എന്താ പറയുക, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന, അങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പവർ ഓഫ് പൊസിഷൻ സൈസിങ് എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എന്താണ് പൊസിഷൻ സൈസിങ് എന്ന് ചോദിച്ചാൽ എന്താണ്, ഒപ്റ്റിമൈസ് യുവർ ട്രേഡേഴ്സ് ഫോർ മാക്സിമം പ്രോഫിറ്റ്. അതായത് നമ്മുടെ എടുക്കുന്ന ട്രേഡ്സിനെ കൃത്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് നമ്മൾ എത്ര ക്യാപിറ്റൽ ഇറക്കുന്നുണ്ടോ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര ക്യാപിറ്റൽ വെച്ച് ഇറക്കണം, എത്ര ഇറക്കിയാലാണ് നമുക്കതിന് എന്താ പറയുക ബെസ്റ്റായിട്ടുള്ള റിട്ടേൺസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വൈസ് നോക്കുകയാണെങ്കിൽ കിട്ടുക, നമ്മളെ റിസ്ക് എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഈ പൊസിഷൻ സൈസിങ്ങിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മളെ ഗൈഡ് ഓൺ മാസ്റ്ററിങ് പൊസിഷൻ സൈസിങ് ഇൻ ട്രേഡിംഗ്, ഹൗ ടു മാനേജ് റിസ്ക് എഫക്റ്റീവ്ലി ആൻഡ് മാക്സിമൈസ് യുവർ ട്രേഡിംഗ് റിട്ടേൺസ്. അതായത് നമ്മുടെ പൊസിഷൻ സൈസിങ്ങിലൂടെ നമ്മുടെ റിസ്ക് എഫക്റ്റീവായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺസ്, അതായത് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന നമ്മൾ എൻ്റർ ചെയ്യുന്ന ട്രേഡിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്സിനെ മാക്സിമൈസ് ചെയ്യാനുള്ള എന്താ പറയുക കോൺസെപ്റ്റാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, വാട്ട് ഈസ് പൊസിഷൻ സൈസിങ്? നിങ്ങൾ ഈ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ആക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കൂടി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് ഈ കാര്യം അല്ലെങ്കിൽ എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് ഇൻ ഈച്ച് ട്രേഡ്. അതായത് നമുക്കിപ്പം ടോട്ടൽ ഒരു ഓവറോൾ ക്യാപിറ്റൽ 10 ലക്ഷം ഉള്ളൊരു ട്രേഡറാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് ആണോ ഓപ്ഷൻ ബൈയിങ് ആണോ ചെയ്യുന്നതെന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബൈയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിനും ട്രേഡ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് 5 ലക്ഷത്തിന് ട്രേഡ് എടുക്കാം, എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, അപ് ടു ദ ക്യാപിറ്റൽ യു ഹാവ്. ഓക്കെ, 10 ലക്ഷം വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ 10 ലക്ഷത്തിന് എടുക്കാതെ എത്ര എടുത്താലാണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് കറക്റ്റ് ആവുക, നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഇതിൽ നിലനിന്ന് പോകാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ് എക്സാക്ട്ലി പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 10 ലക്ഷം ക്യാപിറ്റൽ ഒരാളാണെങ്കിൽ നിങ്ങൾ 10%, 1 ലാഖിൻ്റെ മുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് ക്യാപിറ്റൽ ഇറക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ഒരിക്കലും ഇറക്കാൻ പാടില്ല, കാരണം അത്രയും റിസ്ക് പിടിച്ച ഒരു ഏരിയയാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ 1 ലാഖോ അല്ലെങ്കിൽ അതിൽ താഴെ വെച്ച് മാത്രമേ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. അതുപോലെ തന്നെ 3 ട്രേഡിൻ്റെ മുകളിൽ യാതൊരു കാരണവശാലും നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് ഇൻ ഈച്ച് ട്രേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് യഥാർത്ഥത്തിൽ പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ റിസ്ക് വ്യക്തമായിട്ട് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കീ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ബാലൻസിങ് റിസ്ക് ആൻഡ് റിവാർഡ് ടൈലേർഡ് ടു ഇൻഡിവിജ്വൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അതായത് ഓരോ വ്യക്തിക്കും എന്താ പറയുക അവരുടെ ക്യാപിറ്റൽ സൈസിനനുസരിച്ചിട്ട് പൊസിഷൻ സൈസിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം 1 കോടി ഉള്ളവരുടെ പൊസിഷൻ സൈസിങ് ആയിരിക്കില്ല 10 ലക്ഷം ഉള്ളവന്, അതുപോലെ തന്നെ 2 ലക്ഷം ഉള്ളവന് 10 ലക്ഷം ഉള്ളവൻ്റെ പൊസിഷൻ സൈസിങ് ആയിരിക്കില്ല. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിക്ക് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ഇതിലൂടെ കിട്ടുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് പൊസിഷൻ സൈസിങ്. എന്താണ് മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് പല രീതിക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിസ്ക് വൈസ് നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റും. എന്താണ് ഫിക്സഡ് പെർസെൻറ്റേജ് റിസ്ക് എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച
നിങ്ങളുടെ ഓവറോൾ ക്യാപിറ്റലിൻ്റെ 1% മുകളിൽ നിങ്ങൾ യാതൊരു കാരണവശാലും റിസ്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വലിയ ക്യാപിറ്റലുള്ള ഒരു ട്രേഡറാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും 1% എബോവ് എന്താ പറയുക പെർ ഡേ ഓർ പെർ ഡേ അല്ലെങ്കിൽ പെർ വീക്ക് നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടില്ല. ഓക്കെ, ഈ മെത്തേഡ്സ് ഇൻക്ലൂഡ് ഫിക്സഡ് പെർസെൻറ്റേജ് റിസ്ക്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 1%, 2% പെർ ട്രേഡ് റിസ്ക് എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഒന്ന് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് ഫിക്സഡ് ഡോളർ എമൗണ്ട്. ഫിക്സഡ് ഡോളർ എമൗണ്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ചിന്തിക്കുന്നതെങ്കിൽ റുപ്പി എമൗണ്ടിൽ എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ഓവറോൾ ക്യാപിറ്റൽ ഇപ്പം എന്താ പറയുക ഒരു 10 lakh ആണ്. അപ്പം നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്കാണ് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 lakhൻ്റെ 1% എന്ന് പറയുന്നതാണ് ഈ 10,000 റുപ്പീസ്. അപ്പം നിങ്ങൾ ഈ 10,000 റുപ്പീസാണ് നിങ്ങളുടെ എന്താ പറയുക ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ക്യാപിറ്റലിൻ്റെ 1% ആണ് അത്. ബട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ എൻ്റർ ചെയ്യുന്നത് ഈ ഓവറോൾ ക്യാപിറ്റൽ 10 lakhൻ്റെ എന്താ പറയുക 10%, അതായത് 1 lakh കൊണ്ടായിരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ പറയുന്നത് ഓക്കെ, ഇതും പിന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി അക്കൗണ്ട് സൈസ് കൺസിഡറേഷൻ, സ്കെയിലിംഗ് ഫോർ സക്സസ്. അക്കൗണ്ട് സൈസ്, അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പല രീതിക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലൊക്കെ ഒരുപാട് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് നടത്താൻ പറ്റും. നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സ് വളരെ ശക്തമായിട്ട് നമ്മൾ ഈ ഒരു പൊസിഷൻ സൈസിങ് കറക്റ്റായിട്ട് നോക്കിയില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക ട്രേഡിങ്ങിന് പെട്ടെന്ന് തന്നെ ഔട്ടായി പോകും. നമ്മുടെ ഓവറോൾ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ ട്രേഡിങ്ങിൽ അധിക സമയം ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ട്രേഡിങ്ങിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള പല ആളുകളും പൊസിഷൻ സൈസിങ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അറിയാതെ ട്രേഡിങ്ങിൽ വരികയും അവരുടെ ഭൂരിഭാഗം ക്യാപിറ്റലും ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലോസ് വാങ്ങിയിട്ട് നേരെ മാർക്കറ്റിന് കുറ്റവും പറഞ്ഞ് പോകുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അക്കൗണ്ട് സൈസ് ഇൻഫ്ലുവൻസ് പൊസിഷൻ സൈസിങ് ഡിസിഷൻ. സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് ഷുഡ് അഡ്ജസ്റ്റ് പൊസിഷൻ പ്രൊപ്പോർഷനേറ്റ്ലി ടു അക്കൗണ്ട് സൈസ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ആൻഡ് മാനേജ് റിസ്ക് എഫക്റ്റീവ്ലി. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുന്നതോടൊപ്പം തന്നെ എന്താ പറയുക നിങ്ങളുടെ ക്യാപിറ്റലിന് കുറച്ച് ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിലും ക്യാപിറ്റൽ കൂടുമ്പോഴും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ സൈസിങ് കൂട്ടുവാനും കുറക്കുവാനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് റിസ്ക് ടോളറൻസ് ആൻഡ് പൊസിഷൻ സൈസിങ്, ബാലൻസിങ് റിസ്ക് ആൻഡ് റിവാർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്. ഓക്കെ, അസസ് യുവർ റിസ്ക് ടോളറൻസ് ആൻഡ് അഡ്ജസ്റ്റ് പൊസിഷൻ സൈസ് അക്കോർഡിംഗ്ലി. റിസ്ക് ടോളറൻസ് ഇൻഫ്ലുവൻസ് ട്രേഡ് സെലക്ഷൻ ആൻഡ് പൊസിഷൻ സൈസിങ് ടു അച്ചീവ് ഡിസൈർഡ് ഔട്ട്കം. അതായത് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് എന്തായാലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും ഇത്രയും നിങ്ങൾ റിസ്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടി നിങ്ങൾ അത് കംപ്ലീറ്റ് റിസ്ക് ആക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഇഫ് നിങ്ങളത് റിസ്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് റിസ്ക് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ബട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു റിസ്കിന് അനുസൃതമായിട്ടുള്ള റിവാർഡ്സ് 1:2 ഓർ 1:3 എന്തായാലും നിങ്ങൾ നേടിയിരിക്കണം. അല്ലാതെ എന്താ പറയുക ഇപ്പം പ്രോഫിറ്റ് നിങ്ങളിപ്പം നിങ്ങളുടെ 10,000 ആണ് റിസ്ക് എങ്കിൽ നിങ്ങൾ 10,000 15,000 ഒക്കെ പ്രോഫിറ്റ് കണ്ടാൽ 15 ആണ്. അപ്പോൾ അത്രയും കണ്ടാൽ നിങ്ങൾ അവിടുന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ 1:2 റിസ്ക് റിവാർഡെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് വരുമ്പോൾ 10,000 റിസ്ക് ആക്കുകയും പ്രോഫിറ്റ് വരുമ്പം എന്താ പറയുക 5,000 പ്രോഫിറ്റ് ആക്കിയിട്ട് മാർക്കറ്റിൽ ദീർഘകാലം നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ട്രേഡ് കോൺഫിഡൻസ് ആൻഡ് കൺവിക്ഷൻ. അഡ്ജസ്റ്റ് പൊസിഷൻ സൈസിങ് based on the strength of your trading signals and analysis. Increase position size when confidence is high but remain disciplined and manage risk. അതായത് നിങ്ങളുടെ പൊസിഷൻ സൈസിങ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പറയുന്നത് വെച്ചാൽ ഇൻക്രീസ് പൊസിഷൻ സൈസ് വെൻ കോൺഫിഡൻസ് ഈസ് ഹൈ. അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് ഇൻക്രീസ് ചെയ്യാം. അതായത് ക്യാപിറ്റലിൻ്റെ ഇപ്പം 1 lakh ആണ് ഞാൻ പറഞ്ഞു 10 lakh ക്യാപിറ്റലുള്ളവർ ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ബട്ട് നിങ്ങളുടെ കൺവിക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് 20% ക്യാപിറ്റൽ ഉപയോഗിക്കാം നിങ്ങൾക്കൊരു ട്രേഡിൽ. ബട്ട് നിങ്ങളുടെ കൺവിക്ഷൻ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം. ബട്ട് 20% ആകുമ്പോൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. എന്തും സംഭവിക്കാം മാർക്കറ്റിൽ. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും കോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് എൻട്രി നിങ്ങൾ പല ഫാക്ടേഴ്സും നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് പോകുമെന്ന്. സോ നിങ്ങൾക്ക് അങ്ങനെ ഹൈ റിട്ടേൺസ് എന്താ പറയുക ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പിരമിഡിങ് ആൻഡ് സ്കെയിലിംഗ് ഇൻ ഓർ സ്കെയിലിംഗ് ഔട്ട്. അതായത് ഇപ്പം സ്ട്രാറ്റജീസ് ലൈക്ക് പിരമിഡിങ് ആൻഡ് സ്കെയിലിംഗ് ഇൻ or out offer flexibility in position sizing. These techniques maximize profit and manage risk effectively in trending markets. അതായത് ഇപ്പം നമ്മൾ
ഇപ്പോൾ ഒരു ഫ്രഷ് ഡേ ആണെന്ന് കരുതുക. ഓക്കെ, നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത് വിത്ത് യുവർ എന്താ പറയുക, നിങ്ങൾ ഓവറോൾ ട്രേഡിംഗ് ക്യാപിറ്റൽ 10 ലാക്കാണ്. ഓപ്ഷൻ ബൈ ആണ് ഇവിടെ പറയുന്നത്. ഇപ്പം 1 ലാക്കാണ് നിങ്ങൾ ട്രേഡിന് എൻ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു നല്ലൊരു എൻട്രി പോയിന്റ് നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. സോ നിങ്ങൾ ഈ ഒരു എൻട്രി പോയിന്റ് നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആണെങ്കിൽ കൂടി നിങ്ങൾ പിരമിഡ് വൈസിൽ നിങ്ങൾ അതിൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ 30% നിങ്ങൾക്ക് അവിടെ ഇടാം. അതായത് 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, കുറച്ചൊരു മൂവ്മെൻറ്റ്സ് കിട്ടുമ്പം വീണ്ടും നിങ്ങൾക്ക് ആ 30,000 ഇടാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ സപ്പോസ് കുറച്ച് ബാക്ക് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആവറേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓവറോൾ എത്രയാണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിച്ച 1 ലാക്കിനെ ഫുൾഫിൽ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ പർട്ടിക്കുലർ ഡയറക്ഷൻ വരെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്തിട്ടും മാറാം. ഓക്കെ, ഇത് വളരെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ട്രേഡിംഗ് രീതി. അതുപോലെ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ പാർഷ്യലായിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മാസ്റ്ററിങ് ദ ട്രേഡേഴ്സ് മൈൻഡ്സ്. അതായത് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിനെപ്പറ്റി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. ഓക്കെ, അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇമോഷണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫിയർ, ഗ്രീഡ് ക്യാൻ ഇമ്പാക്ട് പൊസിഷൻ സൈസിങ് ഡിസിഷൻ. അതായത് ഭയവും അതുപോലെ തന്നെ അത്യാർത്ഥിയും നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിനെ എന്താ പറയുക, കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും വിടില്ല. സോ ഇതിനെ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ കറക്റ്റായിട്ട് പിടിച്ച് കെട്ടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു യുക്തിരഹിതമായിട്ടുള്ള തീരുമാനം, അതായത് അല്ലെങ്കിൽ യുക്തിക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. എക്സാമ്പിൾസ് ആൻഡ് കേസ് സ്റ്റഡീസ് പുട്ടിംഗ് തിയറി ഇൻ ടു പ്രാക്ടീസ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിളിൽ ഇത് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങൾ പൊസിഷൻ സൈസിങ് ചെയ്തിട്ട് നിങ്ങൾ 1 മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു രീതി ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പം എന്താ പറയുക, നിങ്ങൾ പ്രീവിയസ് ചെയ്ത ആ ഒരു 1 മന്തിൽ നിങ്ങൾക്ക് ഗുണമാണോ ഉണ്ടായിട്ടുള്ളത്, ദോഷമാണോ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇതിന് മുമ്പ് നിങ്ങൾ ട്രേഡ് ചെയ്ത രീതിയാണോ ഇപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ റിയൽ ലൈഫായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പൊസിഷൻ സൈസിങ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡർ എന്താ പറയുക കാലക്രമേണ ആയിത്തീരുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, അനലൈസ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് കേസ് സ്റ്റഡീസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഡിഫറെൻറ്റ് പൊസിഷൻ സൈസിങ് സ്ട്രാറ്റജീസ് ഓൺ ട്രേഡിംഗ് പെർഫോമൻസ് എക്സ്ട്രാക്ട് കീ ഇൻസൈറ്റ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഇംപ്ലിമെൻറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയിട്ട്, മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുന്നത് വഴി നിങ്ങൾ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡറായി മാറുമെന്ന കാര്യം തീർച്ചയാണ്. ഓക്കെ, ഇനി കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ എന്താ പറയുക, പൊസിഷൻ സൈസിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഓവർ ലെവറേജിങ്, ഇഗ്നോറിങ് ദ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. അതായത് ഓവർ ലെവറേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടില്ല. ഇപ്പം ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാർ ഔട്ട് ഓഫ് ദ മണി പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് ബൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് പ്രോബബിലിറ്റി വളരെ കുറവാണ് നിങ്ങൾക്ക്. സോ നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഒരു കാരണവശാൽ ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഒരുപാട് ക്വാണ്ടിറ്റീസ് മാർക്കറ്റിൽ ഇൻഡെക്സിലും അതുപോലെ തന്നെ സ്റ്റോക്സിലും വാങ്ങാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് കോമൺ മിസ്റ്റേക്സ്. ഡിസിപ്ലിൻ, അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു മേഖലയെ സംബന്ധിച്ചിട്ട് നോക്കിയാലും. സോ അച്ചടക്കമുള്ളവരായിട്ട് മാറാൻ ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ദിവസം 3 ട്രേഡ് പ്ലാൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 4, 5, 10 നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയോറിറ്റൈസ് റിസ്ക് മാനേജ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ക്യാപിറ്റൽ ആൻഡ് പ്രിസർവ് ലോങ് ടേം സക്സസ്. അതായത് റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് കീ ടേക്ക് അവേസ് ആണ് നമ്മളിവിടെ പറയുന്നത്. പൊസിഷൻ സൈസിങ് ഈസ് ഫണ്ടമെൻ്റൽ ഫോർ എഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ്. ടൈലർ യുവർ സ്ട്രാറ്റജീസ് ടു അലൈൻ വിത്ത് യുവർ ഗോൾസ്, റിസ്ക് ടോളറൻസ് ആൻഡ് അക്കൗണ്ട് സൈസ്. കൺസിസ്റ്റൻസ് ആൻഡ് ഡിസിപ്ലിൻസ് ആർ എസെൻഷ്യൽ ഫോർ ലോങ് ടേം ട്രേഡിംഗ് സക്സസ്. അതായത് ഈ പൊസിഷൻ സൈസിങ് വെച്ചുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ലോങ് ടേം സക്സസ് ട്രേഡിംഗ് എന്ന കരിയറിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം വളരെ ശക്തമായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ,
അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളത് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്ത് തന്നെയായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.